ഈ വീട് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കുന്നിന്റെ മുകളിലാണ്. ഞങ്ങള് 3 ബ്രദേഴ്സാണ്, 3 പേര് എമർജൻസി ഫിസിഷ്യൻസ് ആണ്. 3 മക്കളെയും ഡോക്ടേഴ്സ് തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലെ കേബിൾ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് പഠിപ്പിച്ചൊരു അച്ഛനും അമ്മയുണ്ട് എന്നുള്ള സത്യമാണ്. 3 മക്കളെ ഉള്ളത് കൊണ്ടാണ് 3 മക്കളും ഡോക്ടറായി. ഈ 5 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 5 മക്കളും ഡോക്ടറായി. ഇവിടെ ഒരു മോഡേൺ ആർട്ട് ഒക്കെ കാണുന്നുണ്ട് കുറെ. ഇതൊരു കൃഷിക്കാരാണ്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന്റെ അടിയിൽ സ്വിച്ച് ബോർഡാണ്. ഒരു ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫാദറും മദറും ഇപ്പം ഏജ്ഡ് ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുകളിലോട്ടൊക്കെ പോകാനായിട്ടാണ്. ഓ അടിപൊളി. കണ്ണാടിയിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് ലൈറ്റ് ഓണും ഓഫും ആക്കാം കേട്ടോ. ഞാനത് വന്നപ്പോ തൊട്ട് നോക്കുന്നു, ഭയങ്കര കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ചെയർസ് ആയിട്ട് തോന്നി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതായത് വന്ന് കയറുമ്പോൾ തന്നെ വ്യൂ മാത്രമല്ല, ഭയങ്കര തണുപ്പും തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിന്ന് ഈ ബെഡിൽ നിന്ന് നമുക്ക് നോക്കും, അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നിന്ന് നമുക്ക് ആ വ്യൂയിലേക്ക് എത്താൻ പറ്റും. ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഗ്രീനറി ഉള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുക, അതുപോലെ പ്രകൃതി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ്. How many doctors do you have in this family? 7 ഡോക്ടേഴ്സ്. 7 doctors. Okay. ഒരു വലിയ അടുക്കള എനിക്ക് ആഗ്രഹമായിരുന്നു. നമുക്ക് ഭയങ്കര ഡബിൾ ഡോർ ഉള്ള ഒരു ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഇപ്പുറത്താണ് ആള് കൂടുതലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിരിക്കാം. ഓക്കെ. ഇതെന്താണ് സംഭവം? നമുക്ക് വേണമെങ്കിൽ കർട്ടൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓക്കെ. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കിട്ടുകയും ചെയ്യും. നമ്മള് നേരത്തെ പറഞ്ഞ സംഭവം ഭയങ്കര രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് ഈ സ്കൈ വ്യൂ. അത് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ മഴ പെയ്യും കൂടെ ചെയ്യും കേട്ടോ. പെട്ടെന്ന് എനിക്ക് വന്ന് കയറി ഇങ്ങോട്ട് നോക്കിയതും എന്റെ മൊത്തത്തിലുള്ള മൈൻഡ് ബ്ലോൺ എന്നൊക്കെ പറയില്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ ഒരു പുത്തൻ പുതിയ വീടിന്റെ ഫ്രണ്ടിലാണ്. ആ വീട് ആരുടെയാണ് എന്ന് പറയാൻ വേണ്ടി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. The name says it all. Yes, Dr. Danish Salim. നമ്മളുടെ ആ ചുള്ളൻ ഡോക്ടറും ചുള്ളത്തി ഭാര്യയും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വീടൊക്കെ കണ്ട് കൂടുതൽ പുതിയ കാര്യങ്ങളൊക്കെ അറിയാം. ഹലോ, ഗ്രേറ്റ്, താങ്ക് യു. ഭയങ്കര രസമുള്ള വീടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടുള്ള അല്ലേ? 3-4 ദിവസമായുള്ളൂ. 3-4 ആഴ്ചയുള്ള നമ്മളുടെ ഈ പുത്തൻ പുതിയ വീടിന്റെ ഒരു മണം ഉണ്ടല്ലോ, ഈ പെയിന്റിന്റെ ഒക്കെ ഒരു സുഖമുള്ള മണം. ആ മണം ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പുറത്തുനിന്ന് കണ്ടപ്പോ പെട്ടെന്ന് തോന്നുന്ന ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീം അങ്ങനെയാണോ ഫുള്ളി? ഓക്കെ. ഒരു ഹരിതാപയും പച്ചപ്പൊക്കെ പുറത്തുനിന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഈ ചെടികൾക്ക് അങ്ങനെ എന്തെങ്കിലും സെലക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിന്റെ ഒരു ചോയ്സിൽ എന്തെങ്കിലും? അമ്മയാണ് മെയിൻ ആയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. പണ്ടത്തെ വീട്ടിൽ നിറച്ച് ചെടികൾ ഉണ്ടായിരുന്നു. പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ആക്ച്വലി. ഞങ്ങളുടെ വീട് മൊത്തം ചെടിയാണ്. കാരണം നമുക്കിപ്പോ എന്തെങ്കിലും മനസ്സിന് ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു പച്ചപ്പ് കണ്ടിരുന്ന ഒരു സമാധാനമാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാം വീട് മൊത്തം പച്ചപ്പുണ്ട് ആക്ച്വലി. പിന്നെ വൈറ്റും ഒരു ഡാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം ഉള്ള ഒരു വെട്ടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ ഇനിയിപ്പോ നമ്മള് സാമ്പിളിങ്സ് വെച്ചിരിക്കുന്നത് ഇനി പുതിയതായിട്ട് വീണ്ടും നടാൻ വേണ്ടിയിട്ടാണോ? അത് ഇങ്ങനെ തന്നെ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണം? ഇവിടെ നടാനായിട്ട് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചട്ടികളുണ്ട്, പ്ലാൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ അകത്ത് ടാങ്കാണ്, ടാങ്കാണ്. ഏകദേശം 2000 ലിറ്റർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഒരു ഇടയ്ക്ക് വാട്ടർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം നമുക്ക് 3 ടാങ്ക്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ. കാരണം ഇച്ചിരി മുകളിലായതുകൊണ്ട്, കുന്നിന്റെ മുകളിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന് ചെറിയ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ എന്ന രീതിയിൽ ഇവിടെ ഒരെണ്ണമുണ്ട്, മുകളിൽ ഒരെണ്ണമുണ്ട്, 3 വെച്ചിട്ടുണ്ട് ടാങ്ക്. ഓക്കെ. ബൈ ദ വേ, അത് പറയാൻ വിട്ടുപോയി. ഈ വീട് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കുന്നിന്റെ മുകളിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ വ്യൂ ഒക്കെ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. കുന്നും കടലും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു. ഇതൊരു കാസറ്റ് പോലെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു കാസറ്റ് ആണ്, പഴയ കാസറ്റ് പോലെ. അപ്പൊ ഇത് ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു പഴയ കാസറ്റ് ആണ്, 2 നടുക്കുള്ള ഒരു സാധനം. ആൻഡ് ഭയങ്കര ക്ലെവർ വേ ഓഫ് ഡിസ്ഗൈസിങ് അല്ലേ? നമ്മളുടെ ആ ഒരു ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഡിസ്ഗൈസ് ചെയ്തു. ആൻഡ് യെസ്, നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഉറപ്പായും നമ്മളുടെ ബിഹൈൻഡ് വുഡ് സൈസിന്റെ അകത്ത് ഒരുപാട് കാർ പ്രേമികളുണ്ട്. അപ്പൊ നമ്മൾ 2 ഭയങ്കര പ്രീമിയം കാർസും കാണുന്നുണ്ട്. അപ്പം ഇത് ആരുടെയൊക്കെ കാറുകളാണ്? ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടറും വൈഫും മാത്രമാണ് ഇവിടെ വീട്ടിലുള്ളത്? അല്ല, എന്റെ ഫാദറും എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഫാദർ ആക്ച്വലി ഇവിടെ താമസിക്കുന്നു. ഞാൻ അറിയാലോ, അബുദാബിയിലാണ്. ഇതെന്റെ ബ്രദറിന്റെ കാറാണ്. PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഇപ്പൊ ഹെഡാണ്, ചീഫാണ്. ഞാനായിരുന്നു, ഇപ്പം അദ്ദേഹമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അതെന്റെ കാറാണ്. ഇവിടെ വല്ലപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇറങ്ങാനുള്ള കാറാണ്. അവിടെയോ? അവിടെ റേഞ്ച് റോവർ ആണ്. ചെറിയ കളികളൊക്കെ ഞങ്ങൾക്കുള്ളതോ? അകത്തേക്ക് കയറാം. ഷൂറാക്കാണ്. നമുക്ക് എല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങള് 3 ബ്രദേഴ്സാണ്, 3 പേര് എമർജൻസി ഫിസിഷ്യൻസ് ആണ്. ഒരാൾ മുംബൈയിലാണ്, അടുത്ത ആള് PRS ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഞങ്ങളുടെ ഉണ്ട്, പിന്നെ ഫാദറും മദറും ഉണ്ട്, പിന്നെ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇത്രയും വേണ്ടി വരും. 3 പേരും ഡോക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ 3 മക്കളെയും ഡോക്ടേഴ്സ് തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലെ കേബിൾ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് പഠിപ്പിച്ചൊരു അച്ഛനമ്മയുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്ന് മക്കളെ ഉള്ളത് കൊണ്ടാണ് 3 മക്കളും ഡോക്ടറായി. ഈ 5 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 5 മക്കളും ഡോക്ടറായി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു വീട്? ഞങ്ങൾ ആക്ച്വലി പൂവാർ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ആക്ച്വലി അതും ഒരു വല്ലാത്ത സ്റ്റൈൽ. ഇതിപ്പോ ഒരു കണ്ടംപററി സ്റ്റൈല് ഡിഫറെന്റ് അല്ലേ, അതൊരു വേറെ രീതിയിലാണ്. ആക്ച്വലി ട്രഡീഷണൽ സ്റ്റൈലാണ്. വുഡും പിന്നെ കരിങ്കലും വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ആ വീട്ടിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടിയിരിക്കുന്നു. അത് ശരിക്കും കാണേണ്ട ഒരു വീടാണ്. നല്ലോണം ആരുമില്ല. ഞങ്ങള് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് Airbnb വല്ലതും ചെയ്യണമെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നല്ലതാണ്. പിന്നെ നല്ല തണുപ്പാണ് അതിന്റെ അകത്ത്, കരിങ്കലൊക്കെ ഉള്ളതുകൊണ്ട് റൂമിന്റെ അകത്ത് നല്ല തണുപ്പാണ്. ആ രീതിയിലാണ് ഉണ്ടാക്കിയത്. നമ്മള് ഈ ഇടയ്ക്ക് നമ്മളൊരു എയർപോർട്ടിൽ ചെന്നപ്പോഴും അവിടെ ആൾക്കാര് വെളിയിൽ നിന്നിട്ട് ഈ ഫ്ലൈറ്റിൽ അപ്പൊ അതൊരു നിങ്ങൾക്ക് ശരിക്കും ലിറ്ററലി അത് ചെയ്യാല്ലേ, മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണോ നടക്കും? അങ്ങനെ കാണാൻ പറ്റും പറയാൻ നോക്കാം. ഇവിടെ ഒരു മോഡേൺ ആർട്ട് ഒക്കെ കാണുന്നുണ്ട്, കുറെ കൃഷിക്കാരുടെ ആണോ? ഇതൊരു കൃഷിക്കാരാണ്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന്റെ അടിയിൽ സ്വിച്ച് ബോർഡാണ്. മൊത്തം ക്ലെവർ വേ ഓഫ് ഡിസ്ഗൈസിംഗ് ആണ്. നേരത്തെ മറ്റേ ടയറിൽ ടാങ്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു. ഓക്കെ, സ്വിച്ച് ബോർഡ് ആണ് ഇത്. ഞങ്ങൾ ആക്ച്വലി പഴയ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്, അറിയാനേ പറ്റില്ല. വീട്ടിൽ പോയിട്ടൊരു പസിൽ കൊടുക്കാറുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ആക്ച്വലി ഒരു ഷെൽഫ് ഒക്കെ തുറക്കുന്ന സൈഡിൽ നിന്നൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. ആ വീട്ടിൽ പോകണം. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കേറുന്ന ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റൂം ഉണ്ട്, റൂമിലേക്ക് കയറി. ഓക്കെ, അനിയന്റെ മകന് വളരെയധികം ഇഷ്ടമുള്ളതാണ് കാറ്. കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസൈൻ കണ്ടപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. മെയിൻലി ഗസ്റ്റ് റൂമാണ്. മദറിന്റെ സിസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാവരും തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നത്, കവടിയാറൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് താമസിക്കാന്ന് വിചാരിച്ചു. എല്ലാ റൂമുകളും ഇതുപോലെ ഈ ഗ്ലാസ് എല്ലാ പുറത്തുനിന്നുള്ളതിന് എല്ലാത്തിലും. അപ്പൊ അതിനൊക്കെ ഒരു സേഫ്റ്റി അങ്ങനെ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി സെൻസേഴ്സ് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. ഫുൾ ക്യാമറ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഗ്രില്ലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ഗ്രില്ലുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രില്ല് വെച്ചിട്ടാണ് കാറ്റ് കിട്ടാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ അതുപോലെ ഭയങ്കര എയറി ആയിട്ടുള്ള ഒരു വീടായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മള് ക്രോസ് വെന്റിലേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാവുന്ന ചൂട് കൂടുന്ന സമയത്ത് ശരിക്കും 2 സൈഡിലും എയർ കയറാൻ പറ്റുമെങ്കിൽ നല്ല കാറ്റ് കിട്ടും. അതറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ 4 സൈഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അപ്പുറത്ത് ഓപ്പൺ ചെയ്യാം. നല്ല കാറ്റ് കിട്ടും. ഇലക്ട്രിസിറ്റി നല്ല കാര്യമായി ലാഭിക്കും. സോളാർ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത് കഴിഞ്ഞ് ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രേറ്റ് കയറുന്നത് നമ്മളുടെ ഏറ്റവും മേജർ സ്പോട്ടിലേക്കാണല്ലേ, ഈ ഒരു ഡൈനിങ് റൂമിലേക്കാണ്. ഈ നമ്മളുടെ ഓരോ ഫർണിച്ചേഴ്സും ശരിക്കും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കളർ കോമ്പിനേഷൻ ഉണ്ട്. എല്ലാം ഒരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് കളർ തീമിലാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇത് ഫാദറും സിസ്റ്ററും കൂടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ പിന്നിലെ തലകളാണ് അല്ലെ, ആർക്കിടെക്റ്റും വാപ്പയും. ഓക്കെ, അപ്പൊ പേര് ഒന്ന് നമുക്ക് പറയാമോ? പേര് പറയാമോ? എന്റെ പേര് തരാന. ഓക്കെ, ശരിക്കും ആർക്കിടെക്ട് ആണ്. എവിടെയാ ബേസ് ചെയ്തിരിക്കുന്നത്? ആലുവ. ഓക്കെ, ഓൾറെഡി ഒരു 100-100ഓളം വീടിനോട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഫഷണൽ ആണ്. പിന്നെ നമ്മളിവിടെയാണ് ഇപ്പൊ ഡിസൈൻ ചെയ്യാനും. അടിപൊളി. വാപ്പ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ 3 മക്കളെ പിടിച്ച് 3 അല്ലെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളെയും ഡോക്ടർ ആക്കുമായിരുന്നു വാപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എന്താണ് വാപ്പ ഈ വീടിന്റെ പിന്നിലെ ചിന്താഗതികൾ എന്തായിരുന്നു? വാപ്പയുടെ പേര് നമുക്കൊന്ന് പറയണം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. എൻ്റെ പേര് സലീം. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടി. പിന്നെ എനിക്ക് നല്ല കാറ്റും വെളിച്ചവും പിന്നെ പ്രകൃതിയൊക്കെ ചേർന്ന സ്ഥലങ്ങൾ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല പല പ്ലോട്ടുകൾ നോക്കി അവസാനം ഇത് കണ്ടെത്തി. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വീട് പണിയുക എന്നുള്ളതാണ്. ഇങ്ങനെ ചില ആർക്കിടെക്റ്റുകളെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരുടെ പ്ലാനൊന്നും എനിക്ക് ശരിയായില്ല. അങ്ങനെയാണ് ഞാൻ തരാനെ കണ്ടെത്തിയത്. ഇപ്പോഴും എനിക്ക് ഞാൻ സംതൃപ്തനാണ്. നന്നായി ചെയ്തു. അടിപൊളി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് ഇവിടെയൊക്കെ കുറെ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഓഫ് ദ ക്യാമറ ഡാനിഷ് ഡോക്ടറിനോട് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിക്കാനാണ്, ഇത് എന്തിനാ ഇവിടെ വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സത്യം വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് സാധാരണ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് എന്തിനാന്ന് ഇത്രയും ഭംഗിയുള്ള പാത്രമാണെന്ന് വിചാരിച്ചു. കഴിക്കാനാണെന്ന്. പിന്നെ കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടു മറ്റേ ഫ്ലവർ. ഇത് പ്ലേറ്റ്സ് തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല. അതെങ്കിൽ എന്റെ ഇഗ്നറൻസിനെ ക്ഷമിക്കുക. എന്താണ് ശരിക്കും ഇതിന്റെയൊക്കെ ഒരു ഈസ് ദർ എനി കോൺസെപ്റ്റ് ബിഹൈൻഡ് ഓൾ ദിസ്?
ഇത് കംപ്ലീറ്റ് വൈറ്റ്, മെയിൻലി വൈറ്റ് ആണ് വിത്ത് പോപ്പ് ഓഫ് ഗ്രീനറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. അപ്പൊ നമ്മൾ പോപ്പ് ഓഫ് കളേഴ്സ് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ ഓവർഡ്യൂ ചെയ്തിട്ടില്ല, എല്ലാം സട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേ ആദ്യം ഞാൻ വന്ന ഉടനെ ശ്രദ്ധിക്കേണ്ടായിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫാദറും മദറും ഇപ്പം ഏജ്ഡ് ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുകളിലോട്ടൊക്കെ പോകാനായിട്ടാണ്. മുകളിൽ നമുക്കൊരു ഡെക്കുണ്ട് ഇരുന്ന് കാണാനായിട്ട്. കാരണം നമുക്ക് ഇവിടുന്ന് നല്ല വ്യൂ ആണ്. കടൽ കാണാൻ പറ്റും, കായൽ കാണാൻ പറ്റും, പിന്നെ കോറി കാണാൻ പറ്റും, പിന്നെ ഒരു ചെറിയൊരു കാട് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് സിറ്റി കാണാം, ലുലു മോളൊക്കെ ഇവിടുന്ന് കാണാം. ഒരു ഇരിക്കാനൊരു സ്ഥലമുണ്ട്, നല്ല കാറ്റുമാണ്. അപ്പൊ അതേ പോകാൻ വേണ്ടി ഈ ഒരു ലിഫ്റ്റ് റെഡിയാക്കി വെച്ചു. മൊത്തത്തിൽ 3 നിലയാണോ നമുക്ക്? താഴെ ഒരു നിലയുണ്ട് ആക്ച്വലി, സെല്ലാർ പോലെ. നമുക്ക് ഇപ്പം സെക്യൂരിറ്റി ഡ്രൈവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സ്റ്റേ ചെയ്യാനായിട്ടാണ്. അടിപൊളി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഹരിതാഭയും പച്ചപ്പും മൊത്തത്തിൽ വീടിന്റെ അകത്ത് മുഴുവൻ ഈ മാക്സിമം ചെടികള് നിറച്ചേക്കണം. അതിപ്പോ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തന്നെ ഈ ഓക്സിജനേറ്റഡ് ആക്കുക എന്നുള്ളൊരു ചിന്തയിലാണോ ഇത്രയും ചെടികൾ വെച്ചിരിക്കുന്നത്? അതാണ് മെയിൻ കോൺസെപ്റ്റ്. അല്ല, നമുക്ക് എപ്പം ആക്ച്വലി ഗ്രീനറി ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എനിക്കറിയില്ല എല്ലാവർക്കും ഉണ്ടോന്ന്, പക്ഷെ സത്യം പറഞ്ഞാൽ അത് സൈക്കോളജിക്കലി ആയിട്ട് കറക്റ്റ് ആണ്. നമുക്ക് വെള്ളയും അതുപോലെ തന്നെ ഇതും ഉണ്ടെങ്കിൽ നല്ല ഒരു സമാധാനം കിട്ടും. ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇത്രയും ഗ്രീനറി ഉള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കുക, അതുപോലെ പ്രകൃതി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ്. അത് മാത്രം ഡിപ്രഷൻ ഉള്ളതുകൊണ്ടൊന്നും തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്, ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഈ പല ചെടികളുണ്ട്, പുറത്ത് നിന്ന് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കാൻ, ഈ ഏതെങ്കിലും നമ്മുടെ ഓരോ ചെടികളുടെയും സെലക്ഷന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? മദറാണ് അത് സെലക്ട് ചെയ്തത്. മദറാണ് പ്ലാന്റിന്റെ ആള്. കൂടാതെ സിസ്റ്ററും ജോയിൻ ചെയ്തു, ഫാദറും ജോയിൻ ചെയ്തു. എല്ലാം ചെയ്തതാണ് ചെയ്തത്. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 15 ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും അവരാണ് ഉമ്മയുടെ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉമ്മയുടെ ബാക്കി ചെടികളുടെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മളുടെ രാവിലെ നമ്മൾ ഉറക്കണിച്ച് നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്പേസ് ആണല്ലോ മിറർ എന്ന് പറയുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്തതിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു വെട്ടം വേണം. വീണ്ടും ചെടിയുണ്ട്, നമുക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റും വെട്ടം. ഇത് അടിപൊളി. ഇതില് ഈ കണ്ണാടിയിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് ലൈറ്റ് ഓണും ഓഫും ആക്കാം കേട്ടോ. പല കളേഴ്സും ഉണ്ട് അല്ലേ? 3 ഷെയ്ഡ്സ്, വാമും വൈറ്റും. ഓക്കെ, നൈസ് നൈസ്. പിന്നെ ഇനഫ് സ്റ്റോറേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തുറക്കുന്നില്ല. അതിനകത്ത് നമ്മൾ യൂഷ്വലി എല്ലായിടത്തും പോലെ റൈസ് ഡോക്ടർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ലിവിംഗ് ഏരിയ. ഓക്കെ, ഇതും ഫാദർ സെലക്ട് ചെയ്ത ഒരു ഡിസൈൻ ആണ് ആക്ച്വലി. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ഗ്രീൻ, ഒരു കോൺട്രാസ്റ്റ് കളർ ഇവിടെ വരണം, ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് കാണാനായിട്ട്. ഓക്കെ, ആ കളറും അതിനും തമ്മിൽ ചെറിയൊരു മനഃപൂർവ്വം ചെയ്തതാണ്, ഒരു കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ചെയ്തേക്കുന്ന റിക്ലൈനർ സീറ്റ് ആണ്. ഓക്കെ, ഞാനത് വന്നപ്പോ തൊട്ട് നോക്കുന്നു, ഭയങ്കര കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ചെയർസ് ആയിട്ട് തോന്നി. ഹായ്, ബാക്കിലേക്ക് പോവും. കുറച്ചുകൂടെ ശക്തി വേണം. ഓക്കെ, ഓ വളരെ സുഖമാണ് കേട്ടോ. കണ്ട് സിനിമയൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങാം. പക്ഷെ എനിക്കിതിലെ ഏറ്റവും ഞാൻ കാണാൻ പോകുന്ന ഏറ്റവും മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എനിക്ക് തോന്നുന്നു ഈ സ്പേസ് ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതായത് വന്ന് കയറുമ്പോൾ വ്യൂ മാത്രമല്ല, ഭയങ്കര തണുപ്പും തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ കാറ്റൊക്കെ, നല്ല കാറ്റുണ്ട്. ഫാദറിന് ഒരു ഭയങ്കര റിലാക്സ് ചെയ്യാൻ വേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആക്ച്വലി. കാരണം അവർക്ക് ഏജ്ഡ് ആണ്, അപ്പൊ അവർക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനും അതുപോലെ പാട്ട് കേൾക്കാനോ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും നമുക്കൊരു ഭയങ്കര കംഫോർട്ട് സോൺ തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോഴേ. ലുലു മോളൊക്കെ കാണാട്ടെ, അതുപോലെ രാത്രിയിൽ നമ്മുടെ ആക്കുളം പാലം അല്ലേ? പാലം, പിന്നെ കാണുന്ന കടലാണ്. മുകളിൽ അവിടെ നമുക്ക് ലേക്ക് കാണാം, മുകളിലത്തെ റൂമിൽ നിന്നൊക്കെ. അയ്യോ, അത് ഒട്ടും ശ്രദ്ധിച്ചില്ല. അതേ ആ അറ്റത്ത് നമുക്ക് സീ ലൈൻ കാണാം. സീ ലൈൻ അല്ല, ശരിക്കും നല്ല വൃത്തിക്ക് തന്നെ സീ കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ മഞ്ഞ ആയതുകൊണ്ട് കുറച്ചൊന്ന് മൂടി നിൽക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് കാണാം. ആണല്ലേ? ആ, നമ്മള് നേരത്തേക്കാളും ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അതുവഴിയാണ് ഇറങ്ങി വന്നത്. ഇനി അടുത്ത സ്പേസ് ആണ്, അടുത്ത ഓപ്പൺ അപ്പ് ചെയ്ത് ഇതുവഴി തന്നെ നമുക്ക് അകത്തേക്ക് വീണ്ടും കയറാം. ആൻഡ് ഇതാണ് ഈ ക്രോസ് വെന്റിലേഷൻ പറഞ്ഞപ്പോ അവിടെയും നമുക്ക് ക്രോസ് വെന്റിലേഷൻ വീടുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെയും ആ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നല്ലവണ്ണം ഈ ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവും, തണുപ്പുണ്ടാവും. അതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ആ സൈഡിൽ നമുക്ക് ക്രോസ് വെന്റിലേഷൻ കിട്ടും. നല്ല തണുപ്പാണ് ആക്ച്വലി. ഉച്ചയ്ക്ക് എനിക്കറിയാം, പക്ഷെ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. ഉച്ചയ്ക്ക് ചൂട് കൂടുന്നത് ഇപ്പം ഒരു ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതുകൊണ്ട്. ഞങ്ങളിപ്പോ രാവിലെ 8 മണി സമയത്താണ് നിൽക്കുന്നത്, പക്ഷെ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. നമുക്കൊരു AC ഇട്ട കംഫോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഭയങ്കര രസമുള്ള ഒരു സെന്റർ പീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സെന്റർ പീസ് തന്നെയല്ല, മാന്റൽ അല്ലെ? മാന്റൽ പീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്, ഒരു ഓർണമെന്റൽ ഗോൾഡും വൈറ്റും ഒക്കെ ആയിട്ട്.
അറ്റ് ദ സെയിം ടൈം ഇവിടെ നിന്ന് ഈ ബെഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ എല്ലായിടത്തും നിന്നും നമുക്ക് ആ വ്യൂവിലേക്ക് എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാ റൂംസും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു വ്യൂവിനെ ഫേസ് ചെയ്യുന്ന രീതിക്ക്. ആ റൂം ഫേസ് ചെയ്യുന്ന രീതിയിലാണ് മിക്ക റൂമും അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു മെയിൻ കൺസേൺ തന്നെ വീടുണ്ടാകുന്ന സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞ ആർക്കിടെക്ടിനടുത്ത് പറഞ്ഞത് തന്നെയാണ്. മെയിൻ ആയിട്ട് നമുക്ക് എല്ലാ റൂമിൽ നിന്ന് നല്ല വ്യൂ വേണം എന്നാണ് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇനഫ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അല്ലേ. നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും അല്ല മിക്ക താമസിക്കുമ്പോഴും കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറേജ് തികയാതാവും. എല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ്. പക്ഷെ എന്നാലും ഭാവിയിൽ യൂസ് ആവും എന്നുള്ള രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, കാര്യം എനിക്ക് റൂം ശരിക്കും കുറച്ച് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാനും നമുക്ക് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ നടക്കും തോന്നുന്നു. സോ ഇതാണ് നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നമുക്ക് മെയിൻ സ്ഥലം വീടിന്റെ നമ്മളുടെ ഒരു മേജർ സ്ഥലമുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്കുള്ള ഫുഡ് വരുന്ന സ്പേസിലേക്ക് പോയില്ല, അവിടെ ഉമ്മയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട് ഇവിടെ ഫുള്ള് ചെടികളാണ്. അപ്പൊ ഓരോ ചെടികളുടെയും പിന്നിൽ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ചൂസ് ചെയ്ത ആൾ ഉമ്മയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ മണി പ്ലാന്റ്സ് അകത്തൊക്കെ വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേര് നീതു. ഓക്കെ. ഞാൻ ഡാനിഷിക്കൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. മൂത്ത ബ്രദറിന്റെ ലൈക് സെക്കൻഡ് ബ്രദറിന്റെ വൈഫാണ്. ഓക്കെ. ഞാൻ പെത്തോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ്, സെക്കൻഡ് ഇയർ SUT മെഡിക്കൽ കോളേജ്. ഒരു രക്ഷയില്ല, മൊത്തത്തില് ഡോക്ടറാണ്. എത്ര ഡോക്ടേഴ്സ് മറ്റേ സിനിമയിൽ ചോദിക്കുന്നത് ഹൗ മെനി ഡോക്ടേഴ്സ് ഡു യു ഹാവ് ഇൻ ദിസ് ഫാമിലി? 7 ഡോക്ടേഴ്സ്. 7 ഡോക്ടേഴ്സ്. ഓക്കെ. 3 ബ്രദേഴ്സും 3 പേരുടെ ഇപ്പം ഒരാളുടെ എൻഗേജ്മെന്റ് പോയി, അവൻ ഡോക്ടറാണ്. ഓക്കെ. ഏഴാമത്തെ ആള് ഫാദർ. ഓ, സാറും ഡോക്ടറാണല്ലോ. ഓക്കെ, അതറിയണ്ടായില്ല. ഓക്കെ, മൊത്തത്തിലൊരു ഡോക്ടർ കുടുംബമാണ്. അപ്പൊ എന്തായാലും നമ്മള് ഒരു മെയിൻ ഹബിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നത് ഉമ്മയുടെ രാജ്യമാണോ തോന്നുന്നല്ലോ, ഉമ്മ ഭരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ എന്താണ് ഉമ്മയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു കിച്ചൺ ചെയ്യുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്ത്? ഒരു വലിയ അടുക്കള എനിക്ക് ആഗ്രഹമായിരുന്നു. എല്ലാം വൈറ്റ് ആണ്. ഈ വൈറ്റ് ആകുമ്പോ ശരിക്കും നമുക്ക് സൂക്ഷിക്കാൻ പാടല്ലേ? ഇല്ല, ഉണ്ടല്ലോ. അകത്ത് ഇതിങ്ങനെ നല്ല വൃത്തിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ 2 ഡൈനിങ് ടേബിൾ നമ്മൾ കണ്ടു, അവിടെ ഒരു വലിയ ഡൈനിങ് ടേബിൾ. അപ്പൊ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇവിടെയാണോ അവിടെയാണോ കഴിക്കുന്നത്? ബേസിക്കലി 3 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചാൽ പോയി, നമ്മൾ അഴുക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നിന്ന് കഴിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയർ സെറ്റ് ചെയ്തേക്കുന്നത് ഇരിക്കാനായിട്ട്. ഒരു വേറൊരു ആംബിയൻസും ഉണ്ടല്ലോ, ഡിഫറെന്റ് ആംബിയൻസ്. പിന്നെ നമ്മൾ ഒത്തിരി എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കാം. അഗെയിൻ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും അല്ലെ, കട്ട്ലറീസ് എല്ലാം വളരെ നീറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ളി എല്ലായിടത്തും. ഇതെല്ലാം പണ്ട് തൊട്ടേ ഉള്ളതാണോ അതോ പുതിയ വീടിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകം പറയാനുണ്ട്, ആക്ച്വലി എന്റെ അതായത് പണ്ട് പഴയ വീട് പാല് കാച്ചിയപ്പോ കിട്ടിയ സാധനം വരെ പിടിക്കുന്നുണ്ട്. എന്റെ ബ്രദറിന്റെ കല്യാണം എത്തുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ നന്നേ പറഞ്ഞു. ഇനി എന്റെ മോള് കല്യാണം കഴിക്കുന്ന ഓപ്പൺ ആക്കുന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ കിട്ടിയ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ വീട്ടിലെയും ഈ അമ്മമാരെന്ന് പറയുന്ന പാത്രങ്ങളോട് ഒരു വല്ലാത്ത അടുപ്പുണ്ടല്ലേ. ആൻഡ് ഇവിടെയും ഒരു മാറ്റം ഇല്ല എന്നുള്ളത്. നമുക്ക് ഭയങ്കര ഡബിൾ ഡോർ ഉള്ള ഒരു ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ? ഓക്കെ. അപ്പൊ നമ്മള് എന്തായാലും ഫസ്റ്റ് ഫ്ലോർ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ 2 കുട്ടിപ്പട്ടാളം ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് എനിക്കറിയാം അല്ലെ, ഡോക്ടറിന്റെ മോളാണ് ദുവ. ഹലോ. ഇദ്ദേഹം ആരാണ്? ഇത് എന്റെ ബ്രദറിന്റെ മോനാണ്, അലാദീൻ എന്നാണ് പേര്. അലാദീൻ. ഹലോ അലാദീൻ. ഹലോ. ഉറക്കത്തിന് എഴുന്നേറ്റതിന്റെ ഇത് കറങ്ങുമല്ലേ സംഭവം? ഇത് 2 ഗുണമുണ്ട്. ഒന്ന് നമുക്ക് ആഹാരം കൊടുക്കുമ്പോ കുട്ടിയെ ഇങ്ങനെ തിരിച്ച് 2 നമുക്ക് വ്യൂ ആണ്. അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. ഇപ്പുറത്താണ് ആള് കൂടുതലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിരിക്കാം. അപ്പുറത്താണ് ആള് കൂടുതലെങ്കിൽ അപ്പുറത്ത് അങ്ങനെ ഇരിക്കാം. 2 അങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ ഒരു സംഭവം അടുത്ത വേറെന്തോ പുതിയ പരിപാടിയാണ്. ഇതെന്താണ് സംഭവം? അല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കർട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയേ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി അപ്പൊ ഒരു വ്യൂ കിട്ടുകയും ചെയ്യും. ദാറ്റ്സ് വെരി നൈസ് ടോ. കാര്യം ഹൈറ്റ് ആവുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. ഈ വുഡ് ഇതിപ്പോ വുഡിന്റെ സ്റ്റെയർസ് ആണല്ലോ, അപ്പൊ അത് നമ്മളുടെ ഈ ഗ്രീനറി അതിന്റെ മാച്ച് വുഡ് മാക്സിമം കുറച്ചേക്കുവാണ്. ഞങ്ങൾ പഴയ വീട്ടിൽ ഫുൾ വുഡാണ്. ഇവിടെ നമുക്ക് വളരെ വുഡ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ വേറൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, നല്ല മഴയുണ്ട്. ഈ ഒരു കാര്യം ചോദിച്ചിട്ട് പൊതുവെ ഇപ്പം പറഞ്ഞു സെൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ബട്ട് പൊതുവെ നമുക്ക് ഗ്ലാസ് ഉള്ള വീടുകൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാ. ഇത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ.
ഇത് ആക്ച്വലി നല്ല അടിച്ചാലും പൊട്ടില്ല, വളരെ കട്ടിയുള്ള ഗ്ലാസ് ആണ്. പിന്നെ അത് ആക്ച്വലി നമ്മുടെ സ്റ്റീലിന്റെ അത്രയും തന്നെ വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയാം. വെച്ച് പാടാണ് ഇത് പൊട്ടില്ല. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തേക്കുന്നത്. കാര്യം മൊത്തത്തിൽ നമുക്ക് എയറും വരുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷൻ ഉള്ളു. ഇനി മെയിൻ റൂമിലേക്ക് കയറാം. ഡാനിഷ് ഡോക്ടറിന്റെയും റൈസ ഡോക്ടറിന്റെയും റൂമാണ്. റൈസ ഡോക്ടറിന്റെ സംസാരം കേൾക്കുന്നില്ല. ഹലോ, സംസാരിക്കാൻ ഞങ്ങൾ ഗ്യാപ്പ് വരുന്നില്ല. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് അടുത്ത ആഴ്ച ആവുകയാണ്. അപ്പം അഡ്വാൻസ്ഡ് ആനിവേഴ്സറി അപ്പൊ അന്ന് തൊട്ട് ഉള്ളതാണ് ഈ കട്ടില്. അതുപോലെ മറ്റേ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതും ഫാദറിന്റെ ഡിസൈൻ. അത് തുണി വെക്കാനായിട്ടുള്ള എല്ലാ റൂമിലും ഉണ്ട്. കറക്റ്റ് ആയിട്ട് സുഖമായിട്ട് ഹാങ് ചെയ്തിടാം അല്ലേ? നമ്മൾ മറ്റേത് യൂഷ്വലി ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാറിൽ ഉള്ളതല്ലേ? ആക്ച്വലി ഫ്രണ്ട് വ്യൂ നമ്മുടെ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഈ വ്യൂ ആണ്. അവർക്ക് രണ്ടുപേർക്കും മറ്റേ വ്യൂ കിട്ടിയാ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ അല്ലേ? നമ്മള് നേരത്തെ പറഞ്ഞ സംഭവം ഭയങ്കര രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് ഈ സ്കൈ വ്യൂ. അതും പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ മഴ പെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ മഴയുള്ള ടൈം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പുറത്തും നല്ല രസമാണ് ഇപ്പൊ കാണാൻ. അയ്യോ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു നമ്മള് വീട്ടിൽ നിന്ന് മുകളിൽ മഴ പെയ്യുന്ന കാണാൻ പറ്റുന്നുള്ളതേ, കാറിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല്. അപ്പൊ നമുക്ക് അടുത്ത റൂംസ്, എനിക്ക് തോന്നുന്നു ബ്രദേഴ്സിന്റെ റൂംസ് ആണ് തോന്നുന്നത് അല്ലേ? ഓക്കെ, 2 റൂമുണ്ട്. ഏത് റൂമിൽ കയറണം ആദ്യം? ഇത് ആരുടെ, ഏത് ബ്രദറിന്റെ? ഇത് ബാസിൽ. ഹായ്, ഇതെന്താ ഒരു തലയാണ്, ബാക്കി എല്ലായിടത്തും മൊത്തം തലയാണല്ലോ? അല്ല, ആക്ച്വലി ഒരു തലയാണ് അപ്പുറത്തുണ്ട്. പക്ഷെ അതല്ല, പുള്ളി എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാളല്ലേ ഉള്ളോ, ഒരു തലണ മതി. 2 ആകുമ്പോ 2 തലണ വരും. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ഞാൻ അതിനെ ടോട്ടലി നിഷേധിക്കുന്നു എന്നൊക്കെ. ഓക്കെ, പക്ഷെ ഒരു സെക്കൻഡ്, സോറി, പെട്ടെന്ന് എനിക്ക് വന്ന് കയറി ഇങ്ങോട്ട് നോക്കിയതും എന്റെ മൊത്തത്തിലുള്ള മൈൻഡ് ബ്ലോൺ എന്നൊക്കെ പറയില്ലേ, ഇത് ഇവിടെ നിന്ന് വീണ്ടും അടുത്ത വ്യൂ ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് ആ കോറിയുടെ കറക്റ്റ് വ്യൂ കിട്ടും അല്ലേ? നല്ല വ്യൂ ആണ് ആക്ച്വലി. പിന്നെ ഇത് തുറന്നിടാൻ ബാൽക്കണി ആയിരുന്നു ആക്ച്വലി. നമ്മൾ ബാൽക്കണി, ഞാൻ യു എയിലുള്ളത്, എനിക്ക് വലിയ ബാൽക്കണിയാണ്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെ പൊടി വരും, പിന്നെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ബാൽക്കണി, ഇവിടെ ഒരു ബാൽക്കണി ആയിരുന്നു ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് റൂം ആക്കിയിട്ട് ഈ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഗ്രില്ലും കൂടെ കൊടുത്ത് ചെയ്തേക്കുവാണ്. ആക്ച്വലി ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും നോക്കുമല്ലോ. വലിയ റൂമാണ്, റൂം തന്നെ ഇപ്പൊ വലിയ റൂമായി. പിന്നെ രണ്ടാമത് നമുക്കിപ്പം എൻജോയ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ എൻജോയ് ചെയ്യാം. ഓപ്പൺ ആണ്, നമുക്ക് അതേ വ്യൂ കിട്ടും. നോക്കിയേ, ശരിക്കും നമ്മളിപ്പോ കേരളം അല്ലായിരുന്നെങ്കിൽ ഈ ഗ്രില്ലിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. നല്ല തണുപ്പുണ്ട് ഇവിടെ. അതാണ് പറഞ്ഞ മറ്റേ കായൽ കാണാൻ പറ്റും. ബാക്കിൽ കടലുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നത് കാണാൻ, മഴ പെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഈ ഡിസംബർ സമയത്ത് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ എപ്പോ അവധിക്ക് വന്നാലും നമ്മൾ ഈ പൊന്മുടി, മൂന്നാർ അവിടെ പോയി സ്റ്റേ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് തേക്കടി പോയിരുന്നു. അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം ഇവിടെ ഭയങ്കര വിഷമത്തോടെയാണ് ഇന്ന് പോകുന്നത്. ഇന്ന് മതിയായിട്ടുണ്ടാവില്ല അല്ലേ? എൻഗേജ്മെന്റ് ഒക്കെ ആയി എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത ഡോക്ടർ വീണ്ടും ഫാമിലിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ ഫിയാൻസിന്റെ പേരെന്തായിരുന്നു? ജനിക. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണോ? ഈ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് മറ്റേ ബ്രദറും അത്യാവശ്യം സംസാരിക്കുന്ന ആളായിട്ട് തോന്നി. ഈ കൂട്ടത്തിൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ആളാണ്. സൈലന്റ് ആണ്, പക്ഷെ കില്ലറാണ്. ഓക്കെ, അതൊക്കെ എന്തെന്നുള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അതല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. അടുത്ത റൂം ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇവിടെ വീണ്ടും മൊത്തം കാഴ്ചകൾ കണ്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഇതെന്താണ്, ഇത് പഴയ വീട്ടിലെ ബീൻ ബാഗ് ആണ്? നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്താണ്. അപ്പൊ ബീൻ ബാഗ് ശരിക്കും നമ്മുടെ ഈ വീടിന്റെ ഇനോവേഷൻ സമയത്ത് ഹിന്ദിക്കാരാ ക്ലീൻ ചെയ്തത്. അപ്പൊ മുംബൈയിലാണല്ലോ. അപ്പൊ ഹിന്ദിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ആവേശമാണ്. അപ്പൊ ഹിന്ദിക്കാരുടെ വിളിച്ചു, അരെ ഭായ് ഇതറാവോന്ന് പറഞ്ഞു. എന്നിട്ട് ഇതങ്ങ് പോയി കൊടുത്തു, ക്ലീൻ കെറോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, വെളിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും. നമുക്ക് കംപ്ലീറ്റ് എന്റെ അകത്തുള്ള തെർമോകോൾ എല്ലാം എടുത്ത് കളഞ്ഞു. ശരിക്കും അങ്ങ് ഉള്ളൂർ വരെ കിടപ്പുണ്ടായിരുന്നു തെർമോകോൾ. എന്നിട്ട് അവന് മനസ്സിലായില്ല തെറ്റെന്താണെന്ന്. അവൻ അപ്പോഴും ക്ലീൻ ചെയ്തു. എന്നിട്ട് മനസ്സിലായി ക്ലീൻ ആയെന്നാണ് പുള്ളിയുടെ വിചാരം. അയ്യോടാ, ഞാൻ കഷ്ടപ്പെട്ടെല്ലാം ക്ലീൻ ആക്കിയെന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിലെ അവസാനത്തെ റൂമിലേക്ക് കയറണം. മൂത്ത ബ്രദറിന്റെ അല്ലേ? ഓക്കെ. ഓ, ഇത് വലിയ മുറിയല്ലോ. ഹലോ, ഹായ്, സോറി, 2 മിനിറ്റ് ഞങ്ങൾ ഈ റൂം കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഫ്രീ ആക്കാം. ഹലോ അലാദീൻ. വീണ്ടും അഗൈൻ അവിടുത്തെ ഇത് നമ്മളുടെ എന്തെങ്കിലും ഓഫീസ്, മറ്റേ വർക്ക് സ്പേസ് അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, നൈസ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ റൂം, ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഇതാണോ? ഇവിടെയും നമുക്ക് ബാൽക്കണി ഉണ്ടായിരുന്നു. ഇവിടെ ബാൽക്കണി, ഇവിടുന്ന് ബാൽക്കണി ആയിരുന്നു. നമ്മള് ഞങ്ങൾ എല്ലാവരും ഡിസൈൻ ചെയ്താണ്. കാരണം ബാൽക്കണി നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് റൂം എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ റൂം കുറച്ച് വലുതാവും, നമുക്ക് വ്യൂവും കിട്ടും എന്നുള്ള രീതിയിൽ
ഓക്കെ, അതുകൊണ്ട് എത്രയും ശരിക്കും അത്രയും ഏരിയ. അതാണ് ഇവിടെ ഒരു വാളും ഇവിടെ ഒരു ഡിസൈൻ ഒക്കെ വന്നത്. കാരണം ആദ്യത്തെ ഡിസൈൻ ഇങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, ആദ്യത്തെ ഡിസൈനിൽ നമ്മള് ഇവിടെ വെച്ച് ബ്ലോക്ക് ആവുക. കൊച്ചു റൂം പോലത്തെ. ട്രൂ ദാറ്റ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കവർ ചെയ്തു തോന്നുന്നു. അപ്പൊ നമുക്ക് താഴേക്ക് പോകും. ഇവിടെ ഒരാള് ആന കളിക്കണം. ഹലോ, വളരെ സീരിയസ് കളിയിലാണ്. നമുക്ക് താഴേക്ക് പോയാലോ? രാവിലത്തെ എനർജി ഇതെല്ലാം അല്ലേ? ഓക്കെ. ഇനി ഇവിടെ മേളിൽ ഇപ്പൊ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് താഴെ കുറച്ച് നമ്മളുടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് റൂം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തെങ്കിലും അവിടെ അതെ അവിടെ ഒരു ഡോർ കാണുന്നുണ്ട്. അവിടെ ഒരു മുറിയുണ്ട്. ഓക്കെ, ശരി, അത് സെറ്റ് ചെയ്തിട്ടില്ല. ലിഫ്റ്റ് വന്ന് ഇറങ്ങുന്ന അവിടെയാണ്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഒരു ബെഡ് വെച്ച് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയ റൂമാണ്. ഓക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്. നമുക്ക് ഒരു ഹോം തിയേറ്റർ പ്ലാൻ ഉണ്ട് മുകളിലായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇതും ഡെക്ക് ഇരിക്കാനായിട്ട് ഇരുന്ന് അത് നല്ലോണം സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത പ്രാവശ്യം അടിപൊളി. അത് ഭയങ്കര രസമായിരിക്കും. അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച്. സ്റ്റീൽ ടാങ്ക് ആണ് ഉപയോഗിക്കുന്നത് നമ്മള്. പ്ലാസ്റ്റിക് ആകുമ്പോൾ ചൂട് അതൊരു ഹെൽത്ത് ആണ് അത്. സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നത്. സ്റ്റീൽ ടാങ്കിന്റെ ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വെള്ളം ചൂടായാലും പ്ലാസ്റ്റിക് ഒട്ടും ഇറങ്ങില്ല. അപ്പം നമ്മൾ എല്ലാ ടാങ്കും മുകളിലല്ലേ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ബ്രദറാണ് ടാങ്ക് ആക്ച്വലി ഞങ്ങൾ ടാങ്കാ വെച്ചേക്കുന്നത്. TR-ആണ്. അതൊരു ന്യൂ ടിപ്പാണ്. മെജോറിറ്റി നമ്മൾ കാണുന്നത് ഈ അതല്ലല്ലോ, മറ്റേ സാധാരണ നോർമൽ ടാങ്ക്സ് അല്ലേ? ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹസാർഡ് അല്ലേ? ബാക്കിയുള്ള എല്ലായിടത്തും മാറിക്കഴിഞ്ഞു. പല രാജ്യങ്ങളിലും ഇപ്പം സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നു. ചൂട് ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചൂട് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് ടാങ്ക് കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കും ചൂട് വരുമ്പോഴാണ് പ്രശ്നം. അതിന്റെ പതുക്കെ അതിനകത്തോട്ട് ഇറങ്ങും. ഒരിക്കലും പ്ലാസ്റ്റിക് ചൂട് ടച്ച് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലേ? ഇവിടെ നമ്മുടെ 2 കുട്ടിപ്പട്ടാളമൊക്കെ ഉണ്ട്, ദുബൈയും അലാദീനും. അച്ഛനാ ചിരി വന്നോ? ബാബയ്ക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായത് ഏതാ? ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്താ? ഫേവറേറ്റ് കർട്ടൻ ആണോ? കർട്ടൻ ഞെക്കളിയാണോ സ്ഥിരം? ആണല്ലേ? ഓക്കെ. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇവരെല്ലാരും ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയത്തേക്ക് നമുക്ക് മേലേക്ക്. ഓക്കെ. ആൻഡ് ഓൾസോ ഒരു കാര്യം, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us here. ഭയങ്കര സന്തോഷമാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീട്. അപ്പം ആ ഒരു സന്തോഷം അത് ശരിക്കും ഇവിടെ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. അപ്പം വിത്ത് ദാറ്റ് നമുക്ക് ഡെക്കിലേക്ക് ചെല്ലാലോ? ഓക്കെ, ബൈ. അപ്പൊ ലിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് മുകളിലേക്ക് പോയാലോ? ഞങ്ങള് വന്നപ്പോ തൊട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സ്പേസ് ആണ് ഡെക്ക്. ഓക്കെ, ഓക്കെ. അങ്ങനെ നമ്മള് ഡെക്കില് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലേ? ഇനി വർക്ക് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ സോഫ ഇടുന്നുണ്ടാവും? ഇവിടെ സോഫ എന്താ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആണ്. ഇവിടെ നമുക്കൊരു പിന്നെ കുറച്ച് ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. നല്ല വ്യൂ അല്ലേ? നമുക്ക് ചായ കുടിക്കാനും അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല വ്യൂ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ us to wind up അല്ലെ? ഇന്നത്തെ ഈ ഒരു ഓഫ് കോഴ്സ് ഇവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല വ്യൂകൾ നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. അതിനുള്ള ഹെൽത്തും എല്ലാം തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us here and just keep spreading all the awareness that you are bringing on. Thank you so much. Yes, bye.